വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, എബൌട്ട് നഴ്സിംഗ് BSc നഴ്സിംഗ് അഡ്മിഷൻ പ്രോസസ്സ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പാണ് വെരിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ കൊടുത്ത എല്ലാ പ്രൂഫും കറക്റ്റ് ആണോ എന്ന് അവർ വെരിഫൈ ചെയ്യുന്നതാണ്. വരുമ്പോൾ നമുക്ക് എന്താണ് എവിടെ കിട്ടും എന്നുള്ളൊരു പ്രോബബിലിറ്റി നമുക്ക് അതിൽ അറിയാം. ഗവൺമെൻറ് സിമറ്റ് എൻ്റെ കോളേജ് ഞാൻ തന്നെ പറഞ്ഞു. ഓക്കെ, പിന്നെ സിപ്പാസ് കൗൺസിലിംഗ് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിംഗ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ഇതിൻ്റെയൊക്കെ അപ്രൂവൽ ഉണ്ടോ നോക്കിയിട്ട് മാത്രമേ ഒരു കോളേജ് ഒക്കെ കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാത്ത കാരണം ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ട് മിക്കൊരു പ്രൈവറ്റിലോട്ടായിരിക്കും നമ്മൾ പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിരിക്കും വയ്ക്കുന്നത്. സോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, എബൌട്ട് നഴ്സിംഗ് BSc നഴ്സിംഗ് അഡ്മിഷൻ പ്രോസസ്സ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനല്ല കുറേ നാൾക്ക് ശേഷം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അവർ LBSൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്, പിന്നെ അതുപോലെ എങ്ങനെ അഡ്മിഷൻ എടുക്കുക എന്നൊക്കെ പറ്റി. അപ്പോൾ എൻ്റെ ഒരു BSc നഴ്സിംഗിൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ എങ്ങനെ ഈ ഫീൽഡിലോട്ട് വന്നു എന്നൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി എൻ്റെ കുറേ നാളത്തേക്കുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ഇയർ കൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ല. മെയിൻ റീസൺ അതാണ്. അത് പോയിട്ട് ഞാനേ മറന്നുപോയി ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്തെന്നുള്ളത്. സോ അതൊക്കെ ഞാൻ റിക്കവർ ചെയ്തെടുത്തു. അപ്പോൾ എന്തായാലും +2 റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ വന്നപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും നിങ്ങൾക്ക് ഏത് കോഴ്സായിരിക്കും നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടും. ഇപ്പോൾ ഞാൻ നഴ്സിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കാണും. നോക്കിയിട്ടില്ലെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഓക്കെ, അതനുസരിച്ചിട്ട് അതിൻ്റെ മാർക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾക്ക് ഏത് കോളേജിൽ കിട്ടുമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുക. കേരളത്തിൽ ഈ ഒരു BSc നഴ്സിംഗിൻ്റെ അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത് LBS സെൻറ്റർ വഴിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ആണ്. അതായത് നമ്മൾ LBS സൈറ്റിൽ ചെന്നിട്ട് അപ്ലൈ ചെയ്യുക. അതായത് അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ID അതുപോലെ തന്നെ പാസ്വേഡും കാണും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ May 26 to 29. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളിതെല്ലാം അപ്ലൈ ചെയ്യണം. അതല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നവർക്ക് ആ ഒരു പ്രയോറിറ്റി അങ്ങനെ ഇല്ല. ബട്ട് നമ്മൾ ഈ ടൈം പീരീഡ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യും. സോ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും സെറ്റ് ചെയ്ത് വെച്ച്, ഇപ്പോൾ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക. ആ സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ID അതുപോലെ തന്നെ പാസ്വേഡും കാണും. ഈ ഒരു പാസ്വേഡ് പിന്നെ നമ്മൾ മറക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നീടുള്ള എല്ലാ രജിസ്ട്രേഷനും നമ്മൾ ലോഗിൻ ചെയ്തിട്ടാണ് ഈ LBS സെൻറ്ററിൽ കയറിയിട്ട് സൈറ്റിൽ കയറിയിട്ട് ലോഗിൻ ചെയ്യേണ്ടത്. സോ ആ ഒരു പാസ്വേഡ് മറക്കാൻ പാടില്ല. അത് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ച് കുറിച്ച് വെച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പും. പിന്നെ ഇതിൻ്റെ ഫീസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ജനറലിന് 800 അതുപോലെ SC ST കാറ്റഗറിക്ക് 400 ആണ്. ഇപ്പോൾ ഇപ്രാവശ്യത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതായിരുന്നു. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് വെരിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ കൊടുത്ത എല്ലാ പ്രൂഫും കറക്റ്റ് ആണോ എന്ന് അവർ വെരിഫൈ ചെയ്യുന്നതാണ്. എന്നാൽ മാത്രമേ അവർക്ക് ഈ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ സമയത്താണ് നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു റീമാർക്ക് കോളം കാണും. അപ്പോൾ അതിനകത്ത് ആ മിസ്റ്റേക്ക് വരും. നമ്മൾ പിന്നീട് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. സോ അത് വലിയ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ചിലവർക്ക് വെരിഫൈഡ് കാണിക്കും, ചിലവർക്ക് നോട്ട് വെരിഫൈഡ് കാണിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് എന്തായാലും മിസ്റ്റേക്ക് നിങ്ങൾ കൊടുത്ത എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ മിസ്റ്റേക്ക് കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് റീഡ് ചെയ്തതിന് ശേഷം റീമാർക്ക് കോളത്തിൽ ചെന്ന് അത് ചേഞ്ച് ആക്കി കൊടുക്കണം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ കൊടുത്ത എല്ലാവരും വെരിഫൈ ചെയ്ത് കറക്റ്റാണോ നോക്കിയിട്ട് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. നമുക്ക് 2 റാങ്ക് ലിസ്റ്റാണ് ഉള്ളത്, ഒന്ന് പ്രൊഫഷണൽ അതുപോലെ തന്നെ കാറ്റഗറി. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് എവിടെ കിട്ടും എന്നുള്ളൊരു പ്രോബബിലിറ്റി നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ എല്ലാ സ്റ്റുഡൻറ്റിൻ്റെയും റാങ്ക് അവർ ഇടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏത് കോളേജിൽ കിട്ടാൻ ചാൻസ്, എത്രാമത്തെ റാങ്കിലാണ് നമ്മളെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ടോട്ടൽ എനിക്ക് തോന്നുന്നു 3 റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അതിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിന് ശേഷമാണ് നമ്മൾ കോളേജ് ഓപ്റ്റ് ചെയ്യുന്നത്. സോ കോളേജ് ഓപ്ഷൻ നമുക്ക് എത്ര കോളേജ് വേണം വയ്ക്കാം. ഒരു പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ കോളേജ് ചൂസ് ചെയ്യാൻ. അതുപോലെ നല്ല വൈസ്ലി ചൂസ് ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു കോളേജ് സെലക്ഷൻ എന്ന് പറയുന്നത്. സോ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഏതൊക്കെ കോളേജാണ് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന്. ലൈക്ക് ഗവൺമെൻറ് സിമറ്റ് എൻ്റെ കോളേജ് ഞാൻ തന്നെ പറഞ്ഞു. ഓക്കെ, പിന്നെ സിപ്പാസ്, പിന്നെ പ്രൈവറ്റ്, അത് ഞാൻ പിന്നെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. സോ അതിനുശേഷം കോളേജ് ഓപ്ഷൻ ചെയ്തു. പിന്നെ എന്താ പറയുക, ലിസ്റ്റ്. അതിനുശേഷം കോളേജ് നമ്മൾ ഫസ്റ്റ് വെച്ച ലിസ്റ്റ് ഉണ്ടല്ലോ കോളേജിൽ,
ആ ലിസ്റ്റ് ആയിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത്. സോ ആദ്യം വെക്കുന്ന ലിസ്റ്റ് നല്ല വൈസ്ലി നമ്മൾ വെക്കണം. അതായത് എത്ര കോളേജ് വേണം വയ്ക്കാം, നിങ്ങൾ മാർക്ക് നോക്കേണ്ട ബെറ്റർ കോളേജ് തന്നെ ആദ്യം വയ്ക്കാം. പറഞ്ഞ പോലെ തന്നെ നല്ല ശ്രദ്ധിച്ച് വെക്കണം. മാക്സിമം നമ്പർ ഓഫ് കോളേജ് അതിൽ നമുക്ക് ആഡ് ചെയ്യണം. കാരണം പിന്നീട് വരുന്ന ഒന്നിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് പറഞ്ഞ ഒരു അലോട്ട്മെൻറ്റിൽ നമുക്ക് കോളേജ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഇടയ്ക്ക് ന്യൂലി ആഡഡ് കോളേജ് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. ആ സമയത്ത് മാത്രമേ നമുക്ക് പുതിയതായിട്ട് അവർ കുറച്ച് കോളേജ് തരും, അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നമ്മുടെ പ്രിഫറൻസിൽ നമ്മൾ ആദ്യം വെക്കുന്ന കോളേജ് മാത്രം ഒരിക്കലും അവർ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഒരു അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ഈ ഒരു നമുക്ക് ഇഷ്ടമുള്ള കോളേജ് നമ്മൾ ആദ്യം വച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന താഴോട്ട് വരുന്ന എല്ലാ കോളേജും കട്ടായി പോകും. അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു 10 കോളേജ് വെച്ചിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ട്രിവാൻഡ്രം, കോട്ടയം അങ്ങനെ കുറേ കോളേജുകൾ വെച്ച് നിങ്ങൾക്ക് എറണാകുളമായിരുന്നു ഇഷ്ടം. നിങ്ങൾ എന്ത് ചെയ്തു, കാസർഗോഡ് കൊണ്ട് 9ാമത്തെ ഓപ്ഷനിൽ വെച്ച് 10ാമത്തേലാണ് എറണാകുളം വെച്ചത്. നിങ്ങൾക്ക് കിട്ടിയത് കാസർഗോഡാണെന്ന് വിചാരിച്ചു. അപ്പോൾ 10th കഴിഞ്ഞിട്ടുള്ള എല്ലാ ഓപ്ഷനും അങ്ങനെ ഓട്ടോമാറ്റിക്കലി അതങ്ങ് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇനി കാസർഗോഡ് ചെന്നിട്ട് എന്താ ചെയ്യുക, അഡ്മിഷൻ എടുക്കേണ്ടി വരും. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഈ അഡ്മിഷൻ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് മാത്രം ആദ്യം വെച്ചിട്ട് പിന്നീടെല്ലാം അങ്ങ് താഴോട്ട് വെച്ചാൽ മതി. അതായത് ഇൻ കേസ് കട്ട് ചെയ്ത് പോയാലും നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പിന്നീട് നമുക്ക് ന്യൂലി ആഡ് ചെയ്യാൻ പറ്റുന്ന കോളേജ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഒരു കോളേജ് നമുക്ക് പിന്നീട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു കോളേജ് ഓപ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്ത കോളേജിന് എല്ലാത്തിൻ്റെ INC-യുടെ ആയിരുന്നാലും എല്ലാത്തിൻ്റെ അംഗീകാരം അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതാണ് മെയിൻ തിങ്. നമ്മളത് ശ്രദ്ധിക്കണം. കേരള INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ഇതിൻ്റെയൊക്കെ അപ്രൂവൽ ഉണ്ടോ നോക്കിയിട്ട് മാത്രമേ ഒരു കോളേജ് ഓപ്റ്റ് ചെയ്യാവൂ. ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് വയ്ക്കുവാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ഇതൊക്കെ ബെസ്റ്റ് കോളേജ്. ഞാൻ ഓർഡർ അല്ല കേട്ടോ പറയുന്നത്, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് വീടിൻ്റെ അടുത്താണോ ദൂരോട്ടാണോ അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ടോപ്പിൽ നിൽക്കുന്നതാണ് ഈ ഒരു തിരുവനന്തപുരം, കോട്ടയം. അതൊക്കെ അവിടെ നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ പ്ലസ് ട്രെയിനിങ് ഉണ്ട്. ബട്ട് ശ്രദ്ധിക്കുക, ഇപ്പോൾ പത്തനംതിട്ട ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ന്യൂസിലായി കേട്ടിട്ടുണ്ടായിരിക്കും, പത്തനംതിട്ട ഗവൺമെൻറ് നഴ്സിംഗ് കോളേജാണ്. പക്ഷേ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഫെസിലിറ്റീസ് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. കോളേജ് ആയിരുന്നാലും ഹോസ്റ്റലായിരുന്നാലും. സോ അതൊക്കെ നിങ്ങൾ നോക്കി അന്വേഷിച്ചിട്ട് വേണം ഓരോ കോളേജ്, ഗവൺമെൻറ് ആയിരുന്നാലും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിരുന്നാലും നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിഞ്ഞിടാത്ത കാര്യമാണ്, ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ട് മിക്കൊരു പ്രൈവറ്റിലോട്ടായിരിക്കും നമ്മൾ പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിരിക്കും വയ്ക്കുന്നത്. സോ സിമറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ട് കേട്ടോ. എനിക്കറിയത്തില്ലായിരുന്നു, എൻ്റെ ഒരു ചേച്ചിയാണ് എൻ്റെ പറഞ്ഞത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ടെക്നോളജി. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ഗവൺമെൻറ് കഴിഞ്ഞിട്ട് രണ്ടാമത് പ്രയോറിറ്റി വരുന്നതാണ്, ഈ ഒരു സ്റ്റേറ്റിൻ്റെ കീഴിൽ ഗവൺമെൻറ് കീഴിൽ വരുന്നതാണ് ഈ സിമറ്റ് കോളേജ് എന്ന് പറയുന്നത്. സോ അത് ഈ ഒരു എല്ലാ ജില്ലയിലുള്ള കുറച്ച് ജില്ലയിലില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാലും തിരുവനന്തപുരത്ത് മുട്ടത്തറയുണ്ട്, വർക്കലയുണ്ട്, അതുപോലെ നെയ്യാറ്റിൻകരയുണ്ട്, പത്തനംതിട്ടയിൽ കോന്നിയുണ്ട്, അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ നൂറനാട്, ആലപ്പുഴ, പിന്നെ പല്ലുരുത്തി എറണാകുളത്താണ്. പിന്നെ അത് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ്. പിന്നെ കാസർഗോഡുണ്ട്, ഉടുമ, കണ്ണൂരുണ്ട്, തള്ളിപ്പറമ്പ്, അങ്ങനെ എന്തോ ആണ്, ഓർമ്മയില്ല. പിന്നെ മലമ്പുഴ, അങ്ങനെ കുറേ ഇടത്തുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു INC അപ്രൂവൽ ഉണ്ടോ, നിങ്ങൾക്ക് കിട്ടേണ്ട ഫെസിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം വയ്ക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ഈ INC അപ്രൂവൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ടൊക്കെ വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചേക്കും യൂണിവേഴ്സിറ്റി, പിന്നെ അതിലൊരു കാര്യമില്ല. സോ അതൊക്കെ കിട്ടിയിട്ടുണ്ടോ നോക്കുക. പിന്നെ ഫെസിലിറ്റി, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ എക്സ്പോഷർ, ഇതൊക്കെ നല്ലോണം നോക്കിയിട്ട് മാത്രം ഇത് വയ്ക്കുക. സോ ഗവൺമെൻറ് കഴിഞ്ഞു, സിമറ്റ് കഴിഞ്ഞു, പിന്നെ അത് പോയിട്ട് സിപ്പാസ് ഉണ്ട്, അതിനെപ്പറ്റി എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. സോ അതുപോലെ എന്ത് കോളേജ് വെച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ INC അപ്രൂവൽ ഉണ്ടോ, പിന്നെ ഫെസിലിറ്റീസ് കിട്ടേണ്ടതായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ തൽക്കാലം. ഇപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു ജസ്റ്റ് എത്ര വീഡിയോ ലെങ്ത് എത്രയെന്ന് അറിയത്തില്ല, എന്നാലും പെട്ടെന്ന് പറഞ്ഞു തന്നത്. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് എങ്ങനെ നമുക്ക് LBS വരെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള വീഡിയോസ് ഇനി വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്താം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം. നമ്മൾ ആദ്യം LBS സൈറ്റ് ഉണ്ട്, അതിൽ കയറി അപ്ലൈ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ID പാസ്വേഡും കാണും. പിന്നെ വെരിഫിക്കേഷൻ, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റിമാർക്ക് കോളത്തിൽ കയറിയിട്ട് ചേഞ്ച് ചെയ്യണം. അതിനുശേഷം അവർ റാങ്ക് ലിസ്റ്റ് ഇടും, 3 റാങ്ക് ലിസ്റ്റ് ഇടും. ഫൈനൽ റാങ്ക് ലിസ്റ്റിന് ശേഷം എന്ത് വരും, അലോട്ട്മെൻറ്റ് അല്ല, കോളേജ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ആ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്. ആ സമയത്ത് നിങ്ങൾക്ക് പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഏത് കോളേജ് വേണോ ബെറ്റർ ആയിട്ടുള്ള കോളേജുകൾ ചൂസ് ചെയ്യുക. നല്ലത് മാത്രം ആദ്യം വയ്ക്കുക. എല്ലാം അന്വേഷിച്ചിട്ട് ഈ INC നമ്പറിൻ്റെ എല്ലാ അപ്രൂവലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഫെസിലിറ്റീസൊക്കെ നോക്കിയിട്ട് ഞങ്ങളത് വയ്ക്കുക. അതിന് ശേഷമാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അങ്ങനെ അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, എങ്ങനെ അലോട്ട്മെൻ്റ് ഒക്കെ വരും. അതിനുശേഷം അവർ പറയുന്ന തീയതികളിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുക. ഇതാണ് ആ ഒരു LBS ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇനി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് അതൊക്കെ ബാക്കി വരുന്ന വീഡിയോസ് ഞാൻ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഉറക്കം വരുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക.